ഈ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 10ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് അതിനകത്ത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ജീൻ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും. മെന്റലിന്റെ സ്റ്റഡീസ് വെച്ച് അദ്ദേഹം ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ജീനിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് ഇപ്പോൾ ഫ്ലവർ കളർ ഒക്കെ പറഞ്ഞപ്പോൾ വൈറ്റ് കളർ ഫ്ലവർ, പർപ്പിൾ കളർ ഫ്ലവർ അങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുക ചെയ്തത്, അല്ലെങ്കിൽ വയലറ്റ് കളർ ആൻഡ് വൈറ്റ് കളർ ഫ്ലവർ എന്ന് പറഞ്ഞ് നിർത്തുക ചെയ്തത്. അദ്ദേഹം ഒരിക്കലും അതിന്റെ ഇടയിലുള്ള ഒരു കളറിനെ പറ്റിയിട്ടൊന്നും പ്രതിപാദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സും വളരെ കുറച്ച് ഡിഫറൻസിൽ മാത്രം കാണാൻ കഴിയും അല്ലേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറ്റ് കളർ, പർപ്പിൾ കളർ, അതിൻ്റെ ഇടയിലുള്ള പല കളേഴ്സ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്, അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ബീങ്സ് നമുക്കറിയാം, വലിയ ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാരും വളരെ ഷോർട്ടായുള്ള ആൾക്കാരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പല റേഞ്ചിലുള്ള ഹൈറ്റുള്ള ആളുകളുണ്ട് അല്ലേ. അത് മീഡിയം ഹൈറ്റുള്ള ആളുകളുണ്ട്, അതായത് വലിയ ഒരുപാട് ഹൈറ്റ് അല്ല, പാകത്തിന് ഹൈറ്റുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒത്തിരി 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 വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഹൈറ്റുള്ള ആളുകളുണ്ട്. അങ്ങനത്തെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് 3 അതിൽ കൂടുതലോ ജീൻസ് ആണ്. അതായത് ഇപ്പം ഈ ഹൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന 3 അതിൽ കൂടുതലോ ജീൻസ് ആണ് ഹൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ജീൻസ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പോളിജീനിക് ക്യാരക്ടർ അല്ലെങ്കിൽ പോളിജീനിക് ട്രെയ്റ്റ്സ് എന്നാണ് പറയുന്നത്. അതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെ കൂടാതെ ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ് നടക്കുമ്പോൾ അത് എൻവയോൺമെന്റും കൂടെ എഫക്റ്റഡ് ആവാം കേട്ടോ. അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാവാം ഈ പോളിജീനിക് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അതായത് ഒരുപാട് ഹൈറ്റ് കൂടിയ ഒരാൾ, അല്ലെങ്കിൽ ഒത്തിരി ഹൈറ്റ് കൂടിയ ഒരാൾക്ക് ചിലപ്പോൾ അത്രയും ഹൈറ്റ് വരാനുള്ള ജീൻ അവർക്ക് ഉണ്ടാവില്ല. അവർ എക്സസൈസ് ചെയ്യുന്നതോടെ അവരെ നീളം കൂടാം. നമ്മൾ പറയാറില്ലേ, ചില എക്സസൈസ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ കുറച്ച് നീളമൊക്കെ കൂടാം. അപ്പോൾ അങ്ങനെ ആ ടോൾനെസ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്റെ കളർ. നമ്മൾ സ്കിൻ കളർ എത്ര കുറവുള്ള ആൾക്കാരാണെങ്കിലും കുറേ നാൾ നമ്മൾ സൂര്യപ്രകാശം ഒന്നും അടിക്കാതെ എന്നല്ല, നമ്മൾ എന്താ പറയുക, പാടത്ത് പണിയെടുക്കുന്ന ഒരാൾ, നല്ല കളറുള്ള ആൾ പാടത്ത് പണിയെടുത്താൽ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സ്കിന്ന് ഡാർക്കായിട്ട് വരും. അതേപോലെ തന്നെ ഒരുമാതിരി കളർ കുറഞ്ഞ ആളുകൾ കുറേ നാളിങ്ങനെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ച് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ പുറത്തേക്കെങ്ങും പോകുന്നില്ല, അവർക്കൊരു അലച്ചിലൊന്നും ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കിന്ന് ഗ്ലോ ചെയ്യുന്ന കാണാം, അല്ലെങ്കിൽ സ്കിൻ കളർ കൂടുന്ന കാണാം. അതും ഈ പറയുന്ന പോലെ പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആണ്. ഒന്നിൽ കൂടുതൽ ജീനാണ് സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത്. ആ കേസിലും എന്താണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ ഫാക്ടർ കുറച്ചൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ജീനിന്റെ എക്സ്പ്രഷന്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ സ്കിൻ കളർ ഈസ് അനദർ എക്സാമ്പിൾ ഫോർ പോളിജീനിക് ട്രേറ്റ്. ഇവിടെ ഈ ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ജീൻസിൻ്റെ എഫക്റ്റ്, അഡിറ്റീവ് എഫക്റ്റ് കൊണ്ടാണ് പല റേഞ്ചിലുള്ള കളേഴ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പല റേഞ്ചിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ജീനാണ് സ്കിന്നിൻ്റെ കളർ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ആ ഡാർക്ക് സ്കിൻ കളർ ആയിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ റിസസീവ് ഫോം ആയിട്ടുള്ള സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആയിരിക്കും ലൈറ്റ് സ്കിൻ കളർ കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഹോമോസൈഗസ് കണ്ടീഷനിലെല്ലാം ഡോമിനന്റ് ജീൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഡാർക്കസ്റ്റ് കളറാണ് കാണിക്കുക. അതായത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ സി ആണെങ്കിൽ ഡാർക്കസ്റ്റ് കളറായിരിക്കും കാണിക്കുക. അതേസമയം സ്മോൾ എ, സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ ബി, സ്മോൾ സി ആണെങ്കിൽ ഏറ്റവും ലൈറ്റസ്റ്റ് സ്കിൻ കളറായിരിക്കും കാണിക്കുക കേട്ടോ. ഇനി നമ്മൾ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി അങ്ങനെയുള്ള ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, ഓരോന്നും ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ ആയിരിക്കും കണ്ടോ. അപ്പോൾ അതിൻ്റെ അഡിറ്റീവ് എഫക്റ്റ് അല്ലേ, എയുടെയും ബിയുടെയും സിയുടെയും അഡിറ്റീവ് എഫക്റ്റ് കൊണ്ടാണ് ഈ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഈ ഒരു മാനറിൽ നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് അലീൽ ഇൻ ദ ജീനോടൈപ്പ് വുഡ് ഡിറ്റർമൈൻ ദ ഡാർക്ക്നെസ് ഓഫ് ദി ഓർ ദ ലൈറ്റ്നെസ് ഓഫ് ദ സ്കിൻ ഇൻ ആൻ ഇൻഡിവിജ്വൽ കേട്ടോ. അതാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് Mental studies mainly described those traits that have distinct alternate forms such as flower color, which are either purple or white. But if you look around, you will find that there are many traits which are not so distinct in their occurrence and are spread across a gradient. For example, in humans, we don't just have tall or short people as two distinct alternatives, but a
whole range of possible heights. Such traits are generally controlled by 3 or more genes and are thus called as polygenic traits. Besides the involvement of multiple genes, polygenic inheritance also takes into account the influence of environment. Human skin color is another classic example for this. In a polygenic trait, the phenotype reflects the contribution of each allele, that is, the effect of each allele is additive. To understand this better, let us assume that 3 genes capital A, capital B, capital C control skin color in human, with the dominant forms capital A, capital B, and capital C responsible for dark skin color, and the recessive forms small a, small b, and small c for light skin color. The genotype with all the dominant allele capital A, capital A, capital B, capital B, capital C will have the darkest skin color, and that with all the recessive alleles small a, small a, small b, small b, small c will have the lightest skin color. As expected, the genotype with the 3 dominant alleles and 3 recessive alleles will have an intermediate skin color. In this manner, the number of each type of allele in the genotype would determine the darkness or lightness of the skin in an individual. നെക്സ്റ്റ് പ്ലിയോട്രോപ്പിയാണ്. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്താൽ അതിന് നമ്മൾ പ്ലിയോട്രോപ്പി എന്നാ പറയാം. നമ്മൾ ആ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഒരു എക്സാമ്പിൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി സ്റ്റാർച്ച് സ്റ്റോറേജ് പഠിച്ചപ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പും അതുപോലെ അതിൻ്റെ സൈസും ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ബി ജീനാന്ന് പറഞ്ഞിട്ട് അത് പ്ലിയോട്രോപ്പിക്കും കൂടി ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്, ഓർക്കണ്ടോ? അതുപോലെ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അത് മെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെൻ്റലിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഫാക്ടർ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് ഒരു ജീൻ ഒരു ക്യാരക്ടറിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഒരു ക്യാരക്ടർ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇതുവരെ പഠിച്ചത്. പക്ഷേ ചില കേസസിൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ കാണിക്കുന്നതാണ്. ആ തരത്തിലുള്ള ജീനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ആ ബി ജീൻ വിച്ച് ഈസ് ഏബിൾ ടു സ്റ്റോർ ദ സ്റ്റാർച്ച്. ആ ബി ജീൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ ബി കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് റൗണ്ട് ആൻഡ് ബിഗ് സീഡ്. ക്യാപിറ്റൽ ബി സ്മോൾ ബി കണ്ടീഷനിലാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൗണ്ട് ആൻഡ് മീഡിയം സൈസ്ഡ് സീഡ്. സ്മോൾ ബി കണ്ടീഷനിലാണെങ്കിൽ റിങ്കിൾഡ് ആൻഡ് സ്മോൾ സൈസ്ഡ് സീഡ് ഉണ്ട്. അപ്പോൾ ആ റൗണ്ട് ആൻഡ് ബിഗ് സൈസ്, അതായത് ഷേപ്പ് ആൻഡ് സൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ എ സിംഗിൾ ജീൻ ബി. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബി സ്മോൾ ബി കോമ്പിനേഷൻ വരുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സൈസ് മീഡിയം സൈസ്ഡ് ആകുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനും എക്സാമ്പിളാണ്. അതാണ് ആ പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്ലിയോട്രോപ്പിക് ജീന് വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പ്ലിയോട്രോപ്പി ഇൻ മോസ്റ്റ് കേസസ് ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് എ ജീൻ ഓൺ മെറ്റാബോളിക് പാത്വേ. ഒരു മെറ്റാബോളിക് പാത്വേയിൽ ഒരു ജീനിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് ഒരു മെറ്റാബോളിക് പാത്വേയിൽ ഒരു ജീൻ ഒരു മെറ്റാബോളിക് പാത്വേയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതോ ഒരു എൻസൈം അത് പല ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മെറ്റാബോളിക് പാത്വേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണെങ്കിൽ അത് കുറേ ക്യാരക്ടേഴ്സിനെ കുറേ ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യും. അതിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഫിനൈൽ കീറ്റോനൂറിയ. ഈ ഫിനൈൽ കീറ്റോനൂറിയ ഹ്യൂമൻ ബീങ്സിൽ നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീനിൽ നടക്കുന്ന ചില മ്യൂട്ടേഷൻ കൊണ്ടാണ്. ഒരു എൻസൈം ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈമാണ് ഫിനൈൽ കീറ്റോനൂറിയ ഉണ്ടാക്കാൻ കാരണമാണ്. അതായത് പൈറുവിക് ആസിഡിനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിനൈൽ കീറ്റോനൂറിയ ഉണ്ടാവാൻ കാരണം ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. ഈ ഫിനൈൽ കീറ്റോനൂറിയ ഉണ്ടാവുമ്പോൾ അതൊരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ആണെങ്കിൽ കൂടി ആ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ കാണിക്കുന്ന കുറേ തരത്തിലുള്ള സിംറ്റംസ് കാണിക്കും. അതായത് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം, ഹെയറിൻ്റെ റിഡക്ഷൻ, അതായത് ഹെയർ ഫോളിങ് ഉണ്ടാവാം, അതേപോലെ സ്കിൻ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം, അതേപോലെ തന്നെ യൂറിൻ ബ്ലാക്ക് കളറിലായി പോവാം. അങ്ങനെ ഒരുപാട് സിംറ്റംസ് കാണിക്കും. അപ്പോൾ ആ എല്ലാ സിംറ്റംസിനെയും ആ എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്ന എന്താണ് ഒരൊറ്റ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. അപ്പോൾ ആ ഒരു ജീനിൻ്റെ ഫങ്ഷനാണ് ഇതിനെല്ലാം നോർമലായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അതൊരു പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഫിനൈൽ കീറ്റോനൂറിയ കോസിങ് ജീൻ the phenylalanine deposit, it will be
ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത് ക്രോമസോം നമ്പർ 12 അബ്നോർമാലിറ്റി കൊണ്ടാണ്. ഈ ക്രോമസോം നമ്പർ 12 ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി കൊണ്ട് ഒരു പർട്ടിക്കുലർ എൻസൈമിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ശരിക്കും ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫിനൈൽ അലനിൻ എന്ന അമിനോ ആസിഡിനെ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായി പോകുന്നറിയാം, നമ്മുടെ ബോഡിയിൽ ഫിനൈൽ അലനിൻ അക്യുമുലേറ്റ് ചെയ്യും. ഫിനൈൽ അലനിൻ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഈ ഫിനൈൽ പൈറുവിക് ആസിഡ് നമ്മുടെ ബ്രെയിനിലൊക്കെ ഡെപ്പോസിറ്റ് ആവുകയും മെന്റൽ റിട്ടാർഡേഷന് കാരണമാവുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ അത് യൂറിനിൽ കൂടെ റിമൂവ് ചെയ്യും. ഈ പറയുന്ന ഫിനൈൽ അലനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് എക്സസ് ആയിട്ട് റിമൂവ് ആയി പോകും ഫിനൈൽ പൈറുവിക് ആസിഡിന്റെ ഫോമിൽ. അതാണ് ഈ പറയുന്ന ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ഉണ്ടായില്ലെങ്കിൽ ഉള്ള ദൂഷ്യഫലങ്ങൾ കേട്ടോ. ഫിനൈൽ അലനിനെ തൈറോസിനാക്കി മാറ്റുക എന്നുള്ളൊരു ഫംഗ്ഷൻ നടക്കില്ല. ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് അത് അക്യുമുലേറ്റ് ചെയ്തു തുടങ്ങും. അതിൻ്റെ ഫലമായിട്ട് പല സിംറ്റംസും പ്രൊഡ്യൂസ് ചെയ്യും. കണ്ട, അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ. ആ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ട് പല പ്രോബ്ലംസും, മെൻ്റൽ റിട്ടാർഡേഷനും ഹെയർ ലോസും സ്കിൻ പിഗ്മെൻറ്റേഷനും അതുപോലെ ഫിനൈൽ പൈറുവിക് ആസിഡ് യൂറിനിൽ കൂടെ ലോസായി പോകുന്നത്, ഇതൊക്കെ ഈ പറയുന്ന ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ, ക്രോമസോം നമ്പർ 12 ഇരിക്കുന്ന ആ ഒരു ജീനിൻ്റെ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതപ്പോൾ പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പ്ലിയോട്രോപ്പി: വി ഹാവ് സോ ഫാർ സീൻ ദ എഫക്ട് ഓഫ് എ ജീൻ ഓൺ എ സിംഗിൾ ഫിനോടൈപ്പ് ഓർ എ ട്രേറ്റ്. ദർ ആർ however instances where a single gene can exhibit multiple phenotypic expression. Such a gene is called as pleiotropic gene. The underlying mechanism of pleiotropy in most cases is the effect of a gene on metabolic pathways which contribute towards different phenotypes. An example of this is the disease phenylketonuria, which occurs in humans. The disease is caused by mutation in the gene that code for the enzyme phenylalanine hydroxylase. That is a single gene mutation. This manifests itself through phenotypic expression characterized by mental retardation and a reduction in hair and skin pigmentation. നെക്സ്റ്റ് ടോപ്പിക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കേട്ടോ. ഈ സെക്സ് എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു കടങ്കഥയായിട്ട് നിലനിന്നു ജനറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ. അതായത് ജനറ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ സെക്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിച്ചത്. ആ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോമൽ മെക്കാനിസം അത് ഫസ്റ്റ് ഇനീഷ്യൽ ക്ലൂ കൊണ്ടുവന്നത് ചില എക്സ്പെരിമെന്റ് ഇൻസെക്റ്റിൽ ക്യാരി ഔട്ട് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ്. അത് ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സയന്റിസ്റ്റ് ഹെങ്കിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. 1891 അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അതായത് ആ ഇൻസെക്റ്റിന്റെ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻ നടത്തിയപ്പോൾ ജനറ്റിക് അല്ലെങ്കിൽ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ അവർക്ക് മനസ്സിലായി. എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈറ്റോളജിക്കൽ ഒബ്സർവേഷൻ നടത്തിയപ്പോൾ ഹെങ്കിങ് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പെർമാറ്റോജനസിന്റെ സമയത്ത് ചില ഇൻസെക്ട്സ് സ്പെർമാറ്റോജനസിസ് നടത്തുന്ന സമയത്ത് 50% സ്പേമിൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ എക്സ്ട്രാ ആയിട്ട് കണ്ടു. പക്ഷേ 50% സ്പേമിൽ ആ പർട്ടിക്കുലർ സ്ട്രക്ചർ ആബ്സെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചറിനെ ഹെങ്കിങ് വിളിച്ചത് എക്സ് ബോഡി എന്നാണ്. പക്ഷെ അത് എന്താണ് ആ എക്സ് ബോഡിയുടെ ആവശ്യം എന്നൊന്നും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായിട്ട് വേറെ പല സയന്റിസ്റ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് എക്സ് ബോഡി എന്താണെന്ന് അവർ കൺക്ലൂഡ് ചെയ്തു. എക്സ് ബോഡി എന്ന് പറയുന്ന ഒരു ക്രോമസോമാണ് എന്ന് അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ഇന്നതിനെ എക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഇൻസെക്ട്സ്, പല ഗ്രൂപ്പിലുള്ള ഇൻസെക്റ്റിലും സെക്സ് ഡിറ്റർമിനേഷൻ എക്സോ ടൈപ്പാന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിലെല്ലാം ഒരു എക്സ് ക്രോമസോം ഉണ്ട്. എന്നാൽ ആ അതേ ഗ്രൂപ്പിൽ വരുന്ന മെയിൽ ഇൻസെക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിൽ പകുതി എണ്ണത്തിൽ എക്സ് ക്രോമസോം ഉള്ളൂ, പകുതി എണ്ണത്തിൽ എക്സ് ക്രോമസോം ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഓട്ടോസോംസ് മാത്രമേ ഉള്ളൂ, സെക്സ് ക്രോമസോം ഇല്ല എന്ന് മനസ്സിലായി. ഈ എക്സ് ക്രോമസോം ഉള്ള എഗ്ഗ് സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ആ സ്പേമിൽ എക്സ് ക്രോമസോം ഉണ്ട് എങ്കിൽ ആ തരത്തിലുള്ള ഇൻസെക്റ്റ് ഫീമെയിൽ ഇൻസെക്റ്റ് ആയിട്ട് മാറുന്നതും, അതേപോലെ എക്സ് ക്രോമസോം കണ്ടെയ്ൻ ചെയ്യുന്ന എഗ്ഗ് ഒരു സ്പേമുമായിട്ട്, ആ സ്പേമിനകത്ത് എക്സ് ക്രോമസോം ഇല്ലാത്തൊരു സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ അത് മെയിൽ ഇൻസെക്റ്റ് ആയിട്ട് മാറുന്നതും കൊണ്ട് അവിടെ മെയിൽ ഫീമെയിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ എക്സ് ക്രോമസോം ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നീട് അതിനെ സെക്സ് ക്രോമസോം എന്ന് വിളിച്ചത് കേട്ടോ.
അപ്പോൾ ആ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എക്സ് ആണ് ചില ഇൻസെക്ട് ഫീമെയിൽ ഇൻസെക്റ്റിൽ, അതായത് മോസ്റ്റ് ഓഫ് ദ ഇൻസെക്റ്റിൽ ഇങ്ങനത്തെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കേട്ടോ. അതിനൊരു എക്സാമ്പിളാണ് ഗ്രാസ് ഹോപ്പർ. അതേപോലെ എക്സ് സെക്സ് ക്രോമസോം ഉണ്ട് ഫീമെയിൽ ഇൻസെക്റ്റിൽ, പക്ഷെ മെയിൽ ഇൻസെക്റ്റിൽ XO ടൈപ്പാണ് അവിടുത്തെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്പെർമാറ്റോജനസിസ് ചെയ്യുമ്പോൾ പകുതി എണ്ണത്തിൽ എക്സ് ക്രോമസോം ഉണ്ടാവും, പകുതി എണ്ണത്തിൽ എക്സ് ക്രോമസോം ഉണ്ടാവില്ല. അപ്പോൾ XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ, XO ടൈപ്പാണ് അവിടെ ഹെട്രോഗ്യാമെറ്റിക് കണ്ടീഷൻ, രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ ഒരു സെക്സ് ക്രോമസോം ഇരിക്കുന്നത് XO ടൈപ്പ്. അത് ഗ്രാസ് ഹോപ്പറിലാണ്, ഗ്രാസ് ഹോപ്പറിനും അതുപോലത്തെ ഇൻസെക്ട്സിലുമാണ് അത് സാധാരണയായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സ് ക്രോമസോമിനെ കൂടാതെ, സിംഗിൾ എക്സ് ക്രോമസോമിനെ കൂടാതെ മെയിൽ ഇൻസെക്റ്റിലിരിക്കുന്ന ബാക്കിയെല്ലാം ഓട്ടോസോംസ് ആണ്. പക്ഷെ ഫീമെയിലാണെങ്കിലോ ഒരു പെയർ എക്സ് ക്രോമസോമും ഓട്ടോസോംസുമാണ് ഉള്ളത്. അപ്പോൾ ഈ XO ടൈപ്പ് അത് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ സർട്ടൻ ഇൻസെക്റ്റ് ആണ്. അവിടെ XO ടൈപ്പ് ആയതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. XO ടൈപ്പ് എവിടെയുള്ളത്? മെയിലാണ് XO ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് അവിടെ രണ്ട് തരത്തിലുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള സ്പേമിൽ എക്സ് ക്രോമസോം ഉള്ളതും ഒരു ഗ്രൂപ്പ് എക്സ് ക്രോമസോം ഇല്ലാത്തതും. അതുകൊണ്ട് തന്നെ ഹെറ്ററോഗ്യാമീറ്റിക്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ XO ടൈപ്പോ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ഇൻസെക്റ്റിൻ്റെ മെയിലാണ് ഹെറ്ററോഗ്യാമീറ്റിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. ഹെറ്ററോഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസെക്ട്സിൽ മെയിലാണ്. XO ടൈപ്പോ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് അവർക്കുള്ളത്. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. See here, sex determination. The mechanism of sex determination has always been a puzzle before the geneticist. The initial clue about the genetic or chromosomal mechanism of sex determination can be traced back to some of the experiments carried out in insects. In fact, the cytological observations made in a number of insects led to the development of the concept of genetics or chromosomal basis of sex determination. Henking in 1891 could trace a specific nuclear structure all through spermatogenesis in a few insects, and it was also observed by him that 50% of the sperm received this structure after spermatogenesis, whereas the other 50% sperm did not receive this. Henking gave a name to this structure as X-body, but he could not explain its significance. Further investigations by other scientists led to the conclusion that X-body of Henking was in fact a chromosome, and that is why it was given the name X chromosome. It was also observed that in a large number of insects, the mechanism of sex determination is of XO type. That is, all egg bear an additional X chromosome beside the other chromosomes, that is autosomes. On the other hand, some of the sperms bear the X chromosome, whereas some do not. Eggs fertilized by the sperm having an X chromosome become female, and those fertilized by the sperm that do not have X chromosome become male. Do you think the number of chromosomes in the male and female are equal? അല്ല. നമ്പർ ഓഫ് ക്രോമസോം മെയിലിൽ ഒരെണ്ണം കുറവായിരിക്കും, ഫീമെയിലിൽ ഒരെണ്ണം കൂടുതലായിരിക്കും മെയിലിനെ വെച്ച്. ഡ്യൂ ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ എക്സ് ക്രോമസോം ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്, ഇറ്റ് വാസ് designated to be the sex chromosome, and the rest of the chromosomes were named as autosomes. Grasshopper is an example of XO type of sex determination in which male have only one X chromosome besides the autosome, whereas female have a pair of X chromosome. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന്, അതായത് ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ നമ്പർ ഓഫ് സ്പീഷീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അതായത് ഓരോ സ്പീഷീസിലും എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ സ്പീഷീസിലും പലതരത്തിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത്, പലതരത്തിലായിരിക്കും അതിൻ്റെ സെക്സ് ക്രോമസോം എന്ന് നമുക്ക് ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ക്രോമസോമാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെയിലിലൊരു ക്രോമസോം കുറവാണ്, അവരുടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന XO ടൈപ്പാന്ന് പറഞ്ഞു. ഇനി സെയിം നമ്പർ ഓഫ് ക്രോമസോം മെയിലിലും ഫീമെയിലിലും ഉണ്ടായിട്ടും സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാം. ചില ഇൻസെക്ട്സിലും അതുപോലെ തന്നെ മാമൽസ്, ഹ്യൂമൻ ബീങ്സിലും ഒക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. അതായത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് X and Y ക്രോമസോമാണ്. സാധാരണ മെയിലിൽ XY ക്രോമസോമും ഫീമെയിലിൽ സെറ്റ് ഓഫ്
എക്സ് ക്രോമസോമാണ് കാണുന്നത്, പെയർ ഓഫ് എക്സ് ക്രോമസോമാണ് കാണുന്നത് കേട്ടോ. ഈ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എക്സ് ക്രോമസോം വളരെ വലുതാണ്, വൈ ക്രോമസോം വളരെ ചെറുതാണ്. വളരെ ചെറിയ ഒരു വൈ ക്രോമസോമാണുള്ളത്. സാധാരണയായിട്ട് ഫീമെയിലിൽ ഒരു പെയർ എക്സ് ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ മെയിലിൽ എക്സ് വൈ ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫീമെയിലിൽ ഓട്ടോസോംസും എക്സ് എക്സ് ക്രോമസോമും ഉണ്ടാവും, പക്ഷേ മെയിലിൽ ഓട്ടോസോംസും എക്സ് വൈ ക്രോമസോമും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ക്രോമസോമിൽ ഒരു വ്യത്യാസമില്ല. നമ്പർ ഓഫ് ക്രോമസോംസ് ഒക്കെ രണ്ടുപേരിലും ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഒന്നിൽ എക്സ് എക്സും ഒന്നിൽ എക്സ് വൈയും ആണ് എന്ന് മനസ്സിലാക്കാം. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിലും ഡ്രോസോഫിലയുടെ കേസിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. എക്സ് വൈ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് കേട്ടോ. അവിടെ ഫീമെയിലിന് ഒരു പെയർ എക്സ് ക്രോമസോമും ഓട്ടോസോമിനെ കൂടാതെ ഒരു പെയർ എക്സ് ക്രോമസോമും, മെയിലിന് ഓട്ടോസോംസിനെ കൂടാതെ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ആണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഡിസ്ക്രിപ്ഷനിലും മെയിലിൽ എക്സോ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷനും മെയിലിൽ എക്സ് വൈ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷനും നമ്മൾ കണ്ടത്. അതായത് മെയിൽ ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിൻ്റെ സെക്സ് ക്രോമസോം വന്നിട്ട് എക്സ് ഒയും, മെയിൽ ഓർഗാനിസം ഒരു കേസിൽ എക്സ് ഒയും ഒരു കേസിൽ എക്സ് വൈയും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് കേസിലും രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ്സ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് എക്സ് ഒ ടൈപ്പിലാണെങ്കിൽ ഇവിടെ പകുതി സ്പേംസ് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്നതും പകുതി സ്പേംസ് എക്സ് കണ്ടെയ്ൻ ചെയ്യാത്തതും ആവാം. അപ്പോൾ 50% സ്പേം എക്സ് കണ്ടെയ്നിങ്ങും 50% എക്സ് ഇല്ലാത്തതും ആവാം, ഓട്ടോസോംസ് മാത്രമുള്ളതും ആവാം. അപ്പോൾ ഇവിടെ ഈ എക്സ് കണ്ടെയ്നിങ് സ്പേമാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് എക്സ് കോമ്പിനേഷൻ ഉണ്ടാവുകയും അത് ഫീമെയിലായിട്ട് മാറുകയും ചെയ്യും. അതേസമയം എക്സ് ക്രോമസോം ഇല്ലാത്ത സ്പേമാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ മെയിലായിട്ട് മാറും. ഇനി എക്സ് വൈ ടൈപ്പ് ഓഫ് മെയിലാണെന്നുണ്ടെങ്കിൽ സ്പേം പകുതി എണ്ണം എക്സ് കണ്ടെയ്ൻ ചെയ്യുന്നതും പകുതി എണ്ണം വൈ കണ്ടെയ്ൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഈ സ്പേം വിത്ത് എക്സ് ഒരു എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത എക്സ് എക്സ് കോമ്പിനേഷൻ ഉണ്ടാവും, അതെന്താവും ഫീമെയിലാവും. അതായത് അതുപോലെ തന്നെ സ്പേം വിത്ത് വൈ ഒരു എഗ്ഗുമായിട്ട് കമ്പൈൻ ചെയ്ത എക്സ് വൈ കോമ്പിനേഷൻ ആവും ഉണ്ടാവുക, അത് മെയിലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ മെയിലും ഫീമെയിലും അല്ലെങ്കിൽ സെക്സ് ഓഫ് ദ ഓർഗാനിസം ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? സ്പേമാണ് അല്ലേ. ആ സ്പേം സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? സ്പേം രണ്ട് തരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഹെട്രോ ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ആ മെയിൽ ഹെട്രോ ഗ്യാമിറ്റി കാണിക്കുന്നതാണ് ഈ രണ്ട് കേസസും കേട്ടോ, എക്സോ ടൈപ്പും എക്സ് വൈ ടൈപ്പും. അതേപോലെ തന്നെ ചില ഓർഗാനിസത്തിൽ ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി കാണിക്കുന്നുണ്ട്, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫീമെയിലാണ്. അത് ഏതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേർഡ്സിൻ്റെയൊക്കെ കേസിൽ, ഇപ്പോൾ ചിക്കൻ, ഹെൻ, അതിൻ്റെയൊക്കെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റിയാണ് കേട്ടോ. അവിടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന അവരുടെ എഗ്ഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫീമെയിലിലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്ന ഇസഡും ഡബ്ല്യു ആണ് അവർക്ക്, പക്ഷേ മെയിലിലാണെങ്കിൽ ഇസഡും ഇസഡും ആണ്. അതുകൊണ്ട് തന്നെ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സ്പേമിലും ഇസഡ് ക്രോമസോം ആയിരിക്കും അവരുടെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. 100% സ്പേമും ഒരേപോലെ തന്നെ ആയിരിക്കും. അതേസമയം ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് വന്നിട്ട് 50% ഇസഡ് കണ്ടെയ്നിങ്ങും 50% ഡബ്ല്യു കണ്ടെയ്നിങ്ങും ആയിരിക്കും. അപ്പോൾ ആ ഇസഡ് കണ്ടെയ്നിങ് എഗ്ഗുമായിട്ടാണ് സ്പേം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇസഡ് ഇസഡ് കോമ്പിനേഷൻ മെയിലായിട്ട് മാറും. ഡബ്ല്യു കണ്ടെയ്നിങ് എഗ്ഗുമായിട്ടാണ് സ്പേം ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇസഡ് ഡബ്ല്യു കോമ്പിനേഷൻ ഫീമെയിലായിട്ട് മാറും. അപ്പോൾ അവിടെ ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി ആയതുകൊണ്ട് ഫീമെയിലാണ് അവിടെ സെക്സ് ഏതാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് സെക്സ് ആണ് ആ പുതിയ പ്രോജനി ഉണ്ടാവുന്ന ഇതിൻ്റെ പ്രോജനിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫീമെയിലാണ് ഹെട്രോഗ്യാമിറ്റി കണ്ടീഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. These observations led to the investigation of a number of species to understand the mechanism of sex determination. In a number of other insects and mammals, including man, XY type of sex determination is seen where both male and female have same number of chromosomes. Among the male, an X chromosome is present, but its counterpart is distinctly smaller and called as Y chromosome. Counterpart എന്ന് പറഞ്ഞാൽ അതല്ലാത്ത എക്സ് അല്ലാത്ത ബാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ചെറിയ Y chromosome ആണ്. Female, however, have a pair of X chromosome. Both male and female bear same number of autosomes. Hence, the male have autosomes plus XY, while female have autosomes plus XX. In human beings and in Drosophila, the male have one X and one Y chromosome, whereas female have a pair of X chromosomes beside autosomes. In the above description, you have studied about two types of sex determining mechanism, that is XO type and XY type. But in both cases, male produces two different types of gametes,
either with or without X chromosome, or some gamete with X chromosome and some with Y chromosome. Such types of sex determination mechanism is designated to be the example of male heterogamety. In some other organisms, example birds, a different mechanism of sex determination is observed. In this case, the total number of chromosome is same in both male and female, but two different types of gametes in terms of the sex chromosomes are produced by female, that is female heterogamety. In order to have a distinction with the mechanism of sex determination described earlier, the two different sex chromosomes of a female bird has been designated to be the Z and W chromosome. In these organisms, the female have one Z and one W chromosome, whereas male have a pair of Z chromosome besides the autosomes. ഇനി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം നമ്മൾ നോക്കിയിട്ടില്ല, അതൊന്ന് നോക്കാം കേട്ടോ. See here, sex determination by chromosomal difference. See here, A and B, Aയും Bയും XY type of both in human and in Drosophila. Female has a pair of XX chromosome and male has, that is homogametic, and the male has XY ക്രോമസോം. കണ്ട, ഫീമെയിലിൽ XX ക്രോമസോമും മെയിലിൽ XY ക്രോമസോമും ആണ് ഉള്ളത് ഡ്രോസോഫിലയിലും അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിലും. ഇനി സി ഡയഗ്രത്തിൽ കൊടുത്തേക്കുന്നത്, ഇൻ മെനി ബേർഡ്സ് ഫീമെയിൽ ഹാസ് എ പെയർ ഓഫ് ഡിസിമിലർ ക്രോമസോം ZW ആൻഡ് മെയിൽ ടു സിമിലർ ZZ ക്രോമസോം. ഹിയർ ഫീമെയിൽ heterogamic condition is seen and male homogamic condition can be seen. So here the female will determine the sex of progeny, here the male will determine the sex of the progeny. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷനിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ് അടുത്ത സെഷനിൽ പഠിക്കാം കേട്ടോ.